ഒരു തണുത്ത ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ മഡ്രിഡിലെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയം ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. റിയൽ മഡ്രിഡും ഒളിമ്പിക് മർസയും തമ്മിലുള്ള ഈ മത്സരം അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ ഒരു വിരുന്നാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ കളിയുടെ ഗതി മാറ്റിമറിച്ചത് പ്രതിരോധവും സമ്മർദ്ദവും പിന്നെ ചെറിയ ഭാഗ്യ നിമിഷങ്ങളുമായിരുന്നു. കളി തുടങ്ങിയപ്പോൾ തന്നെ മഡ്രിഡ് അവരുടെ ആക്രമണങ്ങൾ തുടങ്ങി. ഫ്രഞ്ച് പ്രതിരോധത്തെ കീഴ്പ്പെടുത്താൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു. ഗാലറിയിലിരുന്ന മഡ്രിഡ് ആരാധകർക്ക് ആദ്യമേ ഒരു പ്രതീക്ഷ തോന്നി. വലിയ പ്രതീക്ഷകളുമായി കളത്തിലിറങ്ങിയ കിലിയൻ എംബാപ്പെ യുവതാരം മസ്റ്റാൻറ്റോണുമായി ചേർന്ന് നല്ല നീക്കങ്ങൾ നടത്തി. 2 തവണ മഡ്രിഡിന്റെ ഷോട്ടുകൾ പോസ്റ്റിലിടിച്ചു മടങ്ങി. മർസൈന്റെ ഗോൾ കീപ്പർ റുള്ളിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ പ്രതിരോധം ഒരടി പോലും പിന്നോട്ടു പോയില്ല. പക്ഷേ മഡ്രിഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ അതിസൂക്ഷ്മമായ പാസുകളിലൂടെ മർസൈ ഡിഫൻസിനെ മറികടന്ന് ബോക്സിലേക്ക് മുന്നേറി. പക്ഷേ ഒരു കൃത്യമായ ബ്ലോക്ക് അല്ലെങ്കിൽ ഗോൾ പോസ്റ്റ് എന്തെങ്കിലും ഒന്ന് അവരുടെ ഗോൾ ശ്രമങ്ങൾക്ക് തടസ്സമായി. ഓരോ നീക്കവും ഗോളാകുമെന്ന് തോന്നിച്ചെങ്കിലും സ്കോർ ബോർഡ് നിശ്ചലമായി നിന്നു. ഒടുവിൽ ബോക്സിലെ ഒരു നാടകീയ നിമിഷം കളിക്ക് വഴിത്തിരിവായി. ബോക്സിനകത്തേക്ക് കുതിച്ച റോഡ്രിഗോയെ കൊണ്ടോഗ്ബിയ ഫൗൾ ചെയ്തു. റഫറിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പെനൽറ്റി. രാത്രിയിലെ തണുത്ത കാറ്റുപോലെ ശാന്തനായി കിലിയൻ എംബാപ്പെ പന്തെടുത്തു. തന്റെ സ്വതസിദ്ധമായ കൃത്യതയോടെ അത് വലയിലെത്തിച്ചു. മഡ്രിദിന് സമനില ലഭിച്ചതോടെ ബെർണാബ്യൂ വീണ്ടും ഉണർന്നു. പക്ഷേ വിധി കൂടുതൽ നാടകങ്ങൾ കരുതി വെച്ചിരുന്നു. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ വിനീഷ്യസ് ജൂനിയർ പ്രതിരോധ നിരയെ കബളിപ്പിച്ചു മുന്നേറി. പക്ഷേ അയാളുടെ ഷോട്ട് ഒരു ഡിഫൻഡറുടെ കയ്യിൽ തട്ടി വഴിമാറി. വീണ്ടും വിസിൽ മുഴങ്ങി. മറ്റൊരു പെനൽറ്റി. മഡ്രിദിന് ഓപ്പൺ പ്ലേയിൽ ഗോൾ നേടാൻ കഴിയാതെ പോയപ്പോൾ ഈ അവസരം അവർക്ക് നിർണായകമായിരുന്നു. എംബാപ്പെ വീണ്ടും മുന്നോട്ട് വന്നു. തന്റെ രണ്ടാമത്തെ പെനാൽറ്റിയും വലയിലെത്തിച്ച് ടീമിന് വിജയം സമ്മാനിച്ചു. സ്കോർ 2-1. എംബാപ്പയുടെ 2 പെനാൽറ്റി ഗോളുകളാണ് വിജയത്തിന് കാരണമെന്ന് പറയും. എന്നാൽ ഈ നമ്പറുകൾക്ക് പിന്നിൽ റിയൽ മഡ്രിഡിന്റെ റിലന്റ്ലെസ് ആയ സമ്മർദ്ദത്തിന്റെ കഥയുണ്ട്. അവർ കളി നിയന്ത്രിച്ചു. മാർസേലിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടു. എങ്കിലും ഭാഗ്യം അവർക്കൊപ്പം നിൽക്കാത്തതുകൊണ്ട് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ദാനി കർവജലിന് ചുവപ്പ് കാർഡ് കിട്ടിയത് മഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾക്ക് ചെറിയൊരു തടസ്സമുണ്ടാക്കി. കൂടുതൽ ഗോളുകൾ നേടാൻ അർഹതയുണ്ടായിരുന്നെന്ന് കളിക്കാർക്കും കോച്ചിനും അറിയാമായിരുന്നു. പോസ്റ്റിലടിച്ച ഷോട്ടുകളും മിസ്സാക്കിയ അവസരങ്ങളും എതിർ ഗോൾ കീപ്പറുടെ മികച്ച പ്രകടനവും അവരിൽ നിന്ന് ഒരു മികച്ച വിജയം തട്ടിയെടുത്തു. ഈ തലത്തിലുള്ള ഫുട്ബോളിൽ ശൈലിക്കല്ല, മറിച്ച് ഗോളുകൾക്ക് മാത്രമാണ് പ്രാധാന്യം. ആ രാത്രിയിൽ റിയൽ മാഡ്രിഡിന്റെ ഗോൾ നേടാനുള്ള ഏക വഴി പെനൽറ്റി സ്പോട്ടായിരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. കൂടുതൽ ഫുട്ബോൾ വിശകലനത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.